ഹലോ ഗായ്സ്, ഷിപ്പ് ജോബിലെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായി, പലരുടെയും കോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ സംശയങ്ങളൊക്കെ ചോദിച്ചു. സംശയങ്ങളൊന്നും തീരാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കപ്പൽ ജോലിയിലെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, കപ്പൽ ജോലിയിലെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കപ്പൽ ജോലിയുടെ ഗുണങ്ങൾ ആദ്യം കുറച്ച് പറയാം. കപ്പൽ ജോലിക്ക് ഹൈ സാലറിയാണ് നമുക്ക് എല്ലാവർക്കും ഓഫർ ചെയ്യുന്നത്. മീൻസ് നമ്മൾ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങി ജസ്റ്റ് ഒരു 6 മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോഴേക്ക് തന്നെ മിനിമം നല്ലൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു 40,000 ഇന്ത്യൻ മണി 40,000 രൂപയോളം നമുക്ക് സ്റ്റാർട്ടിങ് സാലറി തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് അപ്ഗ്രേഡ് ആയി പോകുമ്പോഴേക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നേടിയെടുക്കാനും എക്സാമും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് നമ്മൾ പെട്ടെന്ന് നല്ലൊരു പോസ്റ്റിലേക്ക് ഉയർന്നെത്താനുള്ള ഒരു സാധ്യതകൾ വളരെ കൂടുതലുമാണ്. 1,00,000 കൂടുതലും മിനിമം സാലറി വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മുടെ കപ്പൽ ജോലി. രണ്ടാമത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ലോകം മൊത്തം ഫ്രീ ആയിട്ട് ചുറ്റിക്കാണാം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. തീർച്ചയായിട്ടും നമ്മളൊരു വോയേജ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏകദേശം ഒരു 10 രാജ്യങ്ങളെങ്കിലും നമുക്ക് കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലോകം മൊത്തം ചുറ്റിക്കാണാം ഫ്രീ ആയിട്ട് എന്നുള്ള ഒരു പോസിറ്റീവ് കൂടി നമ്മുടെ കപ്പൽ ജോലിയിൽ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കപ്പൽ ജോലി അല്ലെങ്കിൽ സീമാന് മർച്ചന്റ് നേവിക്കാരനൊക്കെ നമുക്ക് ടാക്സ് ഫ്രീ ആണ്, നോ ടാക്സ് ആണ്. നമ്മുടെ രാജ്യത്താണെങ്കിലും കുറേ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സാലറിക്ക് നമുക്ക് ടാക്സ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. ഇനിയും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് വീഡിയോ കൂടുതലായി പോകുന്നതുകൊണ്ട് കപ്പൽ ജോലിയുടെ 3 ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് വീട്ടിലേക്ക് വിളിക്കാനുള്ള ഇന്റർനെറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകളും മാത്രമാണ്. കാരണം കപ്പലിൽ പോകുന്ന സമയത്ത് എല്ലാ കപ്പലുകളിലും വൈഫൈ ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ 100% ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇൻ കേസ് ഇനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നമുക്ക് 1 GB അല്ലെങ്കിൽ 2 GB കിട്ടിയില്ലെങ്കിൽ നമുക്ക് തികയാതെ വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ സമയങ്ങളിൽ ഒരു പോസ്റ്റിനനുസരിച്ച് ഒരു 1 മന്ത് 150 MB അതുപോലുള്ള വളരെ കുറഞ്ഞ ഇൻ്റർനെറ്റ് ആവും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഫോൺ വിളിക്കാനും നമ്മളെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ലാവിഷായിട്ടുള്ള ഫോൺ കോളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കടലിലെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സീ സിക്നെസ് തന്നെയാണ്. സീ സിക്നെസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ബീച്ചിലൊക്കെ പോയി കടൽ കാണുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കടൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കടലിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ. പക്ഷെ കടലിന്റെ അകത്ത് കയറി നമ്മളതിൽ ഒരു ജോലിക്കാരനായി പോകുന്ന സമയത്ത് കടലിൽ പല സീസണുകളും പല സ്വഭാവമാണ്. എന്ന് വെച്ചാൽ കടൽ ശോഭിക്കുക, കടൽ റഫായിരിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പിച്ചിങ് എന്ന് വെച്ചാൽ ഇതുപോലുള്ള കടൽ റോളിങ്, പിച്ചിങ് അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇപ്പൊ നമ്മളൊരു വീഗലാൻഡ് അല്ലെങ്കിൽ വണ്ടർലേ ഒക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് അതുപോലുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രസമാണ്. പക്ഷെ അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 24 അവർ അല്ലെങ്കിൽ 48 മണിക്കൂറൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, ഛർദ്ദിൽ, തലവേദന അതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യത ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാവില്ല, ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത്, നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്, എന്തെങ്കിലും ഒരു അപകടം വന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കപ്പലിൽ തന്നെ അത്യാവശ്യത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ കൊടുക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ മാത്രമേ ഉള്ളൂ. ഈ എന്തെങ്കിലും മേജർ ഇഷ്യൂസ് വരുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വോയേജിലാണ്, കര അടുത്ത് അല്ലെങ്കിൽ പോർട്ട് അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി തന്നെയാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. കാരണം ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും മാക്സിമം ഒരു 90% ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ആളെ നമുക്ക് അടുത്ത ഹോസ്പിറ്റലിൽ എത്തുന്നവരെ പിടിച്ചു നിർത്താനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കപ്പലിൽ ഡോക്ടർ, നഴ്സുമാരൊന്നുമില്ല. കപ്പലിലുള്ള ഓഫീസേഴ്സ് തന്നെയാണ് കപ്പലിലുള്ള ഈ ഡോക്ടേഴ്സ് അതുപോലത്തെ നമ്മുടെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, കപ്പലിലെ ഗുണങ്ങളും ദോഷങ്ങളും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കപ്പലിലെ ഗുണങ്ങളായാലും ദോഷങ്ങളായാലും. എന്നിരുന്നാലും കപ്പൽ ജോലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കപ്പൽ ജോലി ഇഷ്ടപ്പെട്ട് കപ്പൽ ജോലി വേണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് നമ്മൾ കപ്പൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് കപ്പലിൽ ജോലിക്കുള്ള വേക്കൻസികളും അതുപോലെ തന്നെ കപ്പൽ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഗൈഡിങ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാ തര കാര്യങ്ങളും നിങ്ങളെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാനുള്ള
നമ്പറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ നമ്മൾ ഈ കപ്പലിനെ കുറിച്ചുള്ള വീഡിയോകൾ, കപ്പലിനെ കുറിച്ചുള്ള വാക്കൻസികളൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് എത്തുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നത് വരെ വീണ്ടും കാണാം. ഗുഡ് ബൈ. ഇറ്റ്സ് മീ റാഷിദ് ദ സെയിലർ. ബൈ ബൈ.